ഹായ് ഹലോ എവ്രി വൺ. യെസ്, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനും മറ്റും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് പൊതുവെ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറ് ആണല്ലോ. സോ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് പല ക്വസ്റ്റ്യൻസും നമ്മൾ പെന്ന് പോലും യൂസ് ചെയ്യാതെ മൈൻഡ് കാൽക്കുലേഷൻ വഴി 100% ആക്യുറസിയോട് കൂടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം പെന്നെടുത്ത് നമ്മളവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം നമുക്കില്ല. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിനുള്ളിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ പെന്ന് പോലും എടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്തുക? സോ ഞാൻ ഇവിടെ കുറച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് പെന്ന് പോലും എടുക്കാതെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്നുമില്ല, നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാൽക്കുലേഷനിൽ അത്രയധികം സ്പീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതുമായിട്ട് നമ്മൾ നല്ലപോലെ കണക്റ്റഡ് ആയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ആഫ്റ്റർ ബൈയിങ് എ ടോയ് ഫോർ ₹66, രഘു മാനേജ്ഡ് ടു സെൽ ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 15%. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ടോയ് വാസ്, അതായത് ഒരു ടോയ് വാങ്ങിച്ചു, അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ₹66 ആണ്. അത് വിൽക്കുന്നത് എവിടെയാ? വിൽക്കുന്നത് എത്ര പെർസെന്റേജിനാ? 15% പ്രോഫിറ്റിനാണ് അത് സെല്ല് ചെയ്യുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് സെല്ല് ചെയ്യുന്ന റുപ്പീസ് എത്രയാണ്, അതായത് സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കീ പോയിന്റ്സ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്നുണ്ടെങ്കിൽ അതിലെ കീ പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം എന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതിനെങ്ങനെയാ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. കീ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും പഠിക്കണം. ഇവിടെ ₹66, അതുപോലെ തന്നെ നമ്മൾ വിൽക്കുന്നു പ്രോഫിറ്റ് 15% പ്രോഫിറ്റ് വിൽക്കുന്നു. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അതാണ് കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എന്താ 15% എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ 15% എന്ന് പറഞ്ഞാൽ 10 + 5% ആണ് ആണല്ലോ. 66ന്റെ 15%, അതായത് 66ന്റെ 10%ഉം 5%ഉം. 10% കാണാൻ ഈസി അല്ല. 10% എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ആ പെർട്ടിക്കുലർ വാല്യൂവിന്റെ 10% എന്ന് പറയുന്നത്. അതായത് 66ന്റെ 10% എന്ന് പറയുന്നത് എന്താണ്? 6.6 അല്ലേ ആണല്ലോ. അതിന്റെ 10% എന്ന് പറയുന്നതാണ് 6.6. ഇനി 66ന്റെ 5% എങ്ങനെ കാണാം? 10% ഓൾറെഡി 6.6 കിട്ടിയിട്ടില്ലേ? ഈ 10%ന്റെ പകുതിയല്ല 5% എന്ന് പറയുന്നത്. അതായത് 6.6ന്റെ ഹാഫ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 5% എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 3.3 ആണല്ലോ. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? 5% എന്ന് പറയുന്നത്. ഇവിടെ 10% 5% കൂടി ആഡ് ചെയ്താൽ 15% കിട്ടി. അത് തന്നെയാണ് 6.6ഉം 3.3 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 66ന്റെ 15% കിട്ടി. ദാറ്റ് ഈസ് എക്സാക്ട്ലി 9.9. അപ്പൊ 9.9 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 66ന്റെ 15% എന്ന് പറയുന്നത്. അപ്പൊ 66നോട് കൂടിയിട്ട് 9.9 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 75.90 കിട്ടി. ഓപ്ഷൻ ബി അല്ലേ? ഇത് നമ്മൾ പെണ്ണെടുക്കണോ? പെണ്ണെടുക്കാതെ ചെയ്യാൻ പറ്റണം. കാരണം എന്താ? 15% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം, അത് 10% + 5% ആണ്. 10% കാണാനായിട്ട് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 0 അല്ല, 25ന്റെ 10% ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 10 അല്ലേ? ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 2.5 അല്ലേ? ഇതായിരിക്കും 10% എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് പെൻ എടുക്കാതെ നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റുള്ളൂ? 75.90 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ലിസൺ ഹിയർ. ഇവിടെ x ഡിവൈഡഡ് ബൈ √128 = √162 ഡിവൈഡഡ് ബൈ x. ഇതിൽ എന്തിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x² വരും. x² വരില്ലേ? ഈ √128ഉം √162 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? √128 എന്ന് പറഞ്ഞാൽ എന്താ? √64 × 2 അല്ലേ? √64 എന്ന് പറയുന്നത് എന്താ? 64 എന്ന് പറയുന്നത് 8 അല്ലേ? √2 itself. √162 എന്ന് പറയുന്നത് എന്താ? √81 × 2 അല്ലേ? √81 എന്ന് പറയുന്നത് 9 അല്ലേ? 9 √2 അല്ലേ ആണല്ലോ. അപ്പൊ x × x എന്ന് പറയുന്നത് x² ആണല്ലോ. 8 √2 9 √2 എന്താ? 8 × 9 എന്താ? 72 അല്ലേ? 72 × √2 × √2 എന്താ? √2 × √2 അല്ലേ? അപ്പൊ 72 × 2 എന്ന് പറയുന്നത് 144 അല്ലേ? 144 എന്ന് പറയുന്നതാണ് x² അല്ലേ? ഡയറക്റ്റ് ഇത് മാർക്ക് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? x ന്റെ വാല്യൂ ആണ്. x ന്റെ വാല്യൂ എന്ന് പറയുന്നത് √144. That is exactly what? 12.
12ന്റെ സ്ക്വയർ അല്ലേ 144, അല്ലെങ്കിൽ 144ന്റെ സ്ക്വയർ റൂട്ട് അല്ലേ എന്തെന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത്. സിമ്പിൾ ആണല്ലോ. പെൻ എടുക്കണോ വേണ്ട? എത്ര സെക്കൻഡിനുള്ളിൽ ചെയ്യണം? ദിസ് വിൽ എത്ര സെക്കൻഡിനെ? 3 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? സെറ്റിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See, 6% simple interest per annum as a sum of money becomes what? 834 rupees in 6.5 years. 6.5 വർഷം കൊണ്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് 834 rupees ആയി. അതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 6.5 വർഷം കൊണ്ട് ഒരു സം ഓഫ് മണി എത്ര? 834 ആയി. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത മണി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആണല്ലോ ഈ 6.5 years ശ്രദ്ധിച്ച 6.5 years എന്ന് പറയുന്നത് എന്താ? അതെന്ന് പറയുന്നത് 6 year പ്ലസ് ഹാഫ് ഇയർ. ദാറ്റ് മീൻസ് 6 വർഷം പ്ലസ് 6 മാസം ആണല്ലോ. ഒരു വർഷം കൊണ്ട് എമൗണ്ട് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ദാറ്റ് ഈസ് എക്സാക്ട്ലി 6% ആണല്ലോ. അപ്പോൾ 6 വർഷം കൊണ്ട് എത്രയാവും? ഒരു വർഷം കൊണ്ട് 6% കൂടുന്നതെന്നുണ്ടെങ്കിൽ 6 വർഷം കൊണ്ട് എത്രയാ? 6 വർഷം കൊണ്ട് that will become what? That will become 36% പ്ലസ് വാട്ട്? ഹാഫ് ഇയർ കൊണ്ട്, അതായത് ബാക്കിയുള്ള ഹാഫ് അല്ലേ, ഹാഫ് ഇയർ കൊണ്ട് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നത്? ഒരു വർഷം 6% ആണെങ്കിൽ അരവർഷം അല്ലെങ്കിൽ 6 മാസം എന്ന് പറയുന്നത് 6ന്റെ പകുതി എത്രയാ? 3% ആയിരിക്കില്ലേ? ദാറ്റ് ഈസ് 3%. ദാറ്റ് ഈസ് എക്സാക്ട്ലി 3%. സോ ദ എമൗണ്ട് ഈസ് വാട്ട്? 39% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനീഷ്യൽ ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു, 6.5 വർഷം കൊണ്ട് അത് 39% ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണെന്ന് പറയുന്നത് റുപ്പീസ് 834 എന്ന് പറയുന്നത്. അതായത് 100% ഇനീഷ്യലി ഉണ്ടായിരുന്ന എമൗണ്ട് എന്നുണ്ടെങ്കിൽ 6.5 വർഷം കൊണ്ട് അത് 139% ആയി. ഈ 139% എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 834 റുപ്പീസ് ആണല്ലോ. ഈ 139 എന്ന് പറയുന്നത് 834 ആണ്. അങ്ങനെയാണ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാ? 1000 അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്? 1000% അല്ലേ? 100% അല്ലേ? 1000 അല്ല, 100% ആണ്. സോ 834 എന്ന് പറയുന്നത് എത്രയാണ്? 139% ആണെങ്കിൽ 100% എന്ന് പറയുന്നത് എന്താണ്? 834 ഡിവൈഡഡ് ബൈ 139. ദാറ്റ് ഈസ് എക്സാക്ട്ലി ക്യാൻസൽ 6 times into 100 ചെയ്താൽ നമുക്ക് 600 കിട്ടും. ക്ലിയർ അല്ലേ? ഈ 600 എന്ന് പറയുന്നതാണ് എന്ത്? ഈ 600 എന്ന് പറയുന്നതാണ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്. ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് പെൻ എടുക്കാതെ ചെയ്യാൻ പറ്റണം. എങ്ങനെയാ ചെയ്യേണ്ടത്? എന്താ? 6.5 വർഷം എന്ന് പറയുമ്പോൾ ഒരു വർഷം 6%. അപ്പോൾ 6.5 വർഷം എന്ന് പറയുമ്പോൾ 39. അപ്പോൾ 139 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 834 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുന്നത് എന്താണെന്നാണ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. 139 ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 834 ഡിവൈഡഡ് ബൈ 139 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ആ 6നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 600 കിട്ടും. ഇത് നമുക്ക് പറയാനായിട്ട് പറ്റണം. ക്ലിയർ ആണല്ലോ? അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. 834 ഡിവൈഡഡ് ബൈ 139 ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, 9നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക? അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? 6 ആയിരിക്കണം എന്നുള്ളത് മൈൻഡിൽ വെച്ച് വി ക്യാൻ ഈസിലി ആൻസർ ദ മാർക്ക് ദ ഓപ്ഷൻ എ 600 റുപ്പീസ്. ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോ? സിമ്പിൾ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 5776. ദാറ്റ് മീൻസ് 5776ന്റെ സ്ക്വയർ റൂട്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 5776 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? റൂട്ട് ഓഫ് 5776 അല്ലേ? അതായത് 76നെ സ്ക്വയർ ചെയ്താൽ കിട്ടുമോ, അതോ 66നെ സ്ക്വയർ ചെയ്താലാണോ, 84നെയോ 64നെയോ ഏത് വാല്യൂവിനെ, ആ ഓപ്ഷനിലുള്ള ഏത് വാല്യൂവിനെ സ്ക്വയർ ചെയ്താലാണ് 5776 കിട്ടുക എന്നാണ് ചോദിക്കുന്നത് ആണല്ലോ? അപ്പൊ സിമ്പിൾ ആണല്ലോ, നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ 76 എടുത്തു. ഈ 76നെ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എത്ര വരിക നോക്കാം. നമുക്ക് അപ്രോക്സിമേഷൻ വഴി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. 7ന്റെ സ്ക്വയർ എന്താ? 49 ആണല്ലോ. അപ്പൊ 70യുടെ സ്ക്വയർ എന്താ? 4900 അല്ലേ? അപ്പൊ 76ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4900നേക്കാളും കൂടുതലും ഏതിനേക്കാളും കുറവായിരിക്കും? 80യുടെ സ്ക്വയറിനേക്കാളും കുറവായിരിക്കുമല്ലോ. 80ന്റെ സ്ക്വയർ എന്താ? 64. അപ്പൊ 80യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 6400. ദാറ്റ് ഈസ് 6400 ഇടയിലായിരിക്കണം എന്തെന്ന് പറയുന്നത് 76ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ 4900ന്റെയും 6400ന്റെയും ഇടയിലുള്ള വാല്യൂ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ 5776 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള ചാൻസ് ഉണ്ട്, ചെറിയൊരു ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കണം. ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് സിമിലർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ടോ നമ്മൾ വെരിഫൈ ചെയ്യണം. ക്ലിയർ അല്ല? 66 എടുത്തോ. 6ന്റെ സ്ക്വയർ എന്താ? 36. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3600ന് വലുതും പിന്നെ 70ന് താഴെയാണല്ലോ. ദാറ്റ് മീൻസ് 4900 ചെറുതായിരിക്കും. ഈ രണ്ട് വാല്യൂസിന്റെ ഇടയിലുള്ളതാണോ
ഓപ്ഷൻ ലൈക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ല. സോ 66 അല്ല. 84 എടുത്തോ, 80യുടെ സ്ക്വയർ എന്താ 6400 ആണ്. അതിനേക്കാളും ചെറിയ വാല്യൂ ആണ് 5776. അപ്പൊ ഇതല്ല. 64 എടുത്തോ, 60ന്റെ സ്ക്വയർ എന്താ 3600 ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എടുത്തു 66 അല്ല എന്ന് പറഞ്ഞു. അപ്പൊ 64ഉം ആയിരിക്കില്ല. അപ്പൊ ഇവിടെ ഒരേ ഒരു ആൻസർ ഉള്ളു, എന്താണ് 76. ഇത് നമ്മള് പെണ്ണെടുക്കാതെ ചെയ്യണം. എങ്ങനെയാ? നമുക്കറിയാം 7ന്റെയും 8ന്റെയും സ്ക്വയർ അറിയാലോ, അതിന്റെ ഇടയിൽ വരുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത്. അതായത് 70യുടെയും 80യുടെയും സ്ക്വയറിന്റെ ഇടയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 70യുടെയും 80യുടെയും ഇടയിൽ വരുന്നത് 70യുടെയും 80യുടെ ഇടയിൽ വരുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളത്, ദാറ്റ് ഈസ് 76. ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അപ്രോക്സിമേഷനിലേക്ക് പോകേണ്ടി വരും. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്. ഇതിനാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്ത 66നെയും 84നെയും 64നെയും എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇതിനാണ് പറയാ ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എലിമിനേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുള്ള് ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട്, ഒരു അടിപൊളി ക്ലാസ് ആയിട്ട് നമ്മുടെ വിഷ്ണു സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതിനു മുമ്പ് ആ ഒരു കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യണോണ്ട് ഞാൻ പറഞ്ഞതാണ്. ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. എ നാച്ചുറൽ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 3, 4, 6, 7 leaves the remainder 2 in each cases. What is the smallest of such numbers? അതായത് ഒരു നമ്പർ, ആ നമ്പറിനെ 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും 7 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയുള്ള ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിലെ ഏറ്റവും ചെറിയ നമ്പറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദ ലീസ്റ്റ് നമ്പർ. സോ നമുക്കറിയാം 2 നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾസ് കാണാൻ നമുക്കറിയാം. 3 നമ്പർ എടുത്താലും അറിയാം, 4 നമ്പർ എടുത്താലും അറിയാം. അങ്ങനെ നമ്മൾ ആ മൾട്ടിപ്പിൾസ് എല്ലാം എഴുതിയിട്ട് അതിന് കോമൺ ആയിട്ട് എടുക്കുന്ന നമ്പേഴ്സിനാണ് കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ആ കോമൺ മൾട്ടിപ്പിൾസിലെ ഏറ്റവും ചെറിയ നമ്പറിനെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ LCM എന്ന് പറയുന്നത്. ആണല്ലോ? അപ്പൊ നമ്മൾ ഇതിന്റെ LCM എടുത്തതിന് എന്ത് കിട്ടും? LCM ഓഫ് 3, 4, 6, 7 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം എന്താണ്? 82 ആണ്. അതായത് ഈ 82 എന്ന് പറയുന്ന നമ്പറിൽ 82 അല്ല 84 ആണ്. ആണല്ലോ? 84 അല്ലേ? അപ്പൊ ഈ 84 എന്ന് പറയുന്ന നമ്പറിൽ 3ഉം 4ഉം 6ഉം 7ഉം എന്താണ്? ഡിവിസിബിൾ ആയിട്ട് പോകും. പക്ഷെ നമുക്ക് ഡിവിസിബിൾ ആണ് അറിയേണ്ടത് അല്ല. നമുക്ക് അറിയേണ്ടത് എന്താണ്? റിമൈൻഡർ 2 വരണം. എക്സാക്ട് ഡിവിസിബിൾ ആവാൻ പാടില്ല. ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറിനേക്കാളും 2 കൂടുതലാണെങ്കിൽ മാത്രമാണ് റിമൈൻഡർ കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ 10ലെ 5 എക്സാക്ട് ആയിട്ട് ഡിവൈഡ് ആയി പോകും. പക്ഷെ 12ലെ എന്താണ്? അതായത് 10ൽ നിന്ന് 2 നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്താണ്? ഇവിടെ വരുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2 അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ? 2 അല്ലേ? അതുകൊണ്ടാണ് 84 എന്നുള്ള നമ്പറിൽ എന്താണ്? 3ഉം 4ഉം 6ഉം 7ഉം കോമൺ ആയിട്ട് ലൈക്ക് ഡിവിസിബിൾ ആയി പോകും. പക്ഷെ 84ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്ത് എന്ത് കിട്ടും? നമ്മുടെ ഈ കേസ്, ഈ സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. റിമൈൻഡർ 2 വരണം എന്നുള്ള കേസ് സാറ്റിസ്ഫൈ ചെയ്യും. സോ 84 + 2 ദാറ്റ് ഈസ് 86 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? പെൻ എടുക്കണോ? വേണ്ട. കാരണം നമുക്ക് അറിയണം എന്ത്? നമ്പേഴ്സ് കാണുമ്പോൾ 3ഉം 4ഉം 6ഉം 7ഉം കാണുമ്പോൾ നമുക്ക് പറയണം LCM എന്താ? 84 ആണെന്ന് പറയാനുള്ള ആ ഒരു കാൽക്കുലേഷനും അത്രയധികം പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തണം. ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. The product of two numbers. There are two numbers either like x and y. 2 നമ്പേഴ്സ് ഉണ്ട്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 40 കിട്ടണം. അതിൽ ഒരു നമ്പർ x തന്നിട്ടുണ്ട്. That is 2.50. What is the other number? It's very simple. ആണല്ലോ? ഇവിടെ 2.50 എന്നുള്ള നമ്പറിനെ ഫോക്കസ് ചെയ്തേ. 2.50 എന്നുള്ള നമ്പറിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് 2.50 ഇൻറ്റു 2.5 എന്ന് എടുത്തു ഇൻറ്റു 4 ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് 10 കിട്ടില്ലേ? കാരണം 2.5 4 തവണ ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. ദാറ്റ് മീൻസ് 2.5 ഇൻറ്റു 4 എന്ന് പറയുന്നത് 10 ആണ്. ആണല്ലോ? ഈ 40 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10ന്റെ കൂടെ ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 അല്ലേ? ഈ 10ന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 40 കിട്ടുള്ളൂ. അപ്പൊ 2.5ന്റെ കൂടെ നമ്മൾ എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ? പറഞ്ഞ 16 അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ? സിമ്പിൾ ആണല്ലോ? ഇതിന് പെൻ എടുക്കരുത്. പെൻ എടുത്ത സമയം പോയി. ആണല്ലോ? പെൻ എടുത്താൽ നിങ്ങൾ ഒരു 20 സെക്കൻഡ്സ് കൊണ്ടായിരിക്കും ഇത് ചെയ്യുക. പക്ഷേ മൈൻഡിൽ കാൽക്കുലേഷൻ ആണെങ്കിൽ ഇത് എത്ര സെക്കൻഡ് കൊണ്ട് ചെയ്യും? 2 സെക്കൻഡ് കൊണ്ട് ചെയ്യും. ആണല്ലോ? അവിടുത്തെ നമ്മൾ എന്താ പറയുക, ലാഭിച്ച സമയം എത്രയാ? 18 സെക്കൻഡ്. 20 സെക്കൻഡോട് ചെയ്യുന്നത് 2 സെക്കൻഡോട് ചെയ്താൽ 18 സെക്കൻഡ് അവിടെ ലാഭിച്ചു. അതാണ് നമ്മുടെ സ്പീഡും ആക്യുറസിയും വരേണ്ടത്. ക്ലിയർ അല്ലേ? 16 ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വെരി സിമ്പിൾ. 32% ഓഫ് എ നമ്പർ. ഏതോ ഒരു നമ്പർ അതിന്റെ 32% അല്ലെങ്കിൽ 32% എന്ന് പറയുന്നത് 80 ആണ്. ഏതാണ് ആ നമ്പർ? അതാണ് ചോദ്യം. മക്കളെ, ഇവിടെ 32% എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 30% + 2% ആണല്ലോ? ഈ 30% എന്ന് പറയുന്നത് 10%നെ 3 തവണ ആഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ 3 കൊണ്ട് 10%നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്?
30% എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ അതെന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ഒരു നമ്പറിന്റെ 32% എന്ന് പറയുന്നത് 80 കിട്ടി. അതായത് 50% എന്ന് പറഞ്ഞാൽ ആ നമ്പറിന്റെ പകുതിയാണ്. ഇത് 32 എന്ന് പറയുമ്പോൾ പകുതിനേക്കാളും താഴെയാണ്. ആ നമ്പറിന്റെ പകുതിനേക്കാളും താഴെയുള്ള നമ്പറാണ്. ലൈക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് 80 കിട്ടുന്നത്. അപ്പോൾ ഇത്ര ചിന്തിച്ചാൽ മതി. 40യുടെ പകുതി എത്ര? 20 ആണ്. അതിന് 50% ആണ് നമ്മൾ 20. അതൊരിക്കലും 80 വരില്ല. 40യുടെ 32% ഒരിക്കലും 80 വരില്ല. അപ്പോൾ ഇതല്ല 50 അല്ല. രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു അല്ല. ഇപ്പോൾ ഇവിടെ ചാൻസ് എത്രയാ? ഇപ്പോഴത്തെ ചാൻസ് പറയുന്നത് 50% ചാൻസാണ്. കാരണം രണ്ട് ഓപ്ഷൻ ഉള്ളോ, ഏതെങ്കിലും ഒന്ന് ശരിയാവണം ആണല്ലോ. സോ 260, 250 ഇവിടെ രണ്ട് ഓപ്ഷനുള്ള ആണല്ലോ നമ്മളിവിടെ എടുക്കുന്നത്. നിങ്ങൾ ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. 250 എടുത്തു എന്ന് വിചാരിക്കുക. 250യുടെ 10% എന്താ? ഞാൻ പറഞ്ഞു 10% കാണണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്താൽ 10% കിട്ടി. 250യുടെ 10% പറയുന്നത് എന്താണ്? 25 അല്ലേ? അപ്പൊ 30% പറയുന്നത് എന്താണ്? 75 അല്ലേ? ദാറ്റ് മീൻസ് 25 into 3 ആണ്. പ്ലസ് എന്താണ്? 2% കാണണ്ടേ? 2% എന്ന് പറയുന്നത് എന്താ? 1% കാണണമെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ? 10% കാണാൻ ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ 100% ലൈക്ക് 1% കാണാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. അപ്പൊ 250 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 2.5 കിട്ടും. അതാണ് എന്ത് പറയുന്നത്? 1% എന്ന് പറയുന്നതാണ് 2.5 എന്ന് പറയുന്നത്. അപ്പൊ 2% എന്താ? 2% 5 ആയില്ലേ? കാരണം 2.5 into 2 എന്ന് പറയുന്നതാണ് 2% എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 5 ആണല്ലോ. സോ 2% 5 കിട്ടി. ഇവിടെ 75 പ്ലസ് 5 എന്ന് പറയുന്നത് എന്താ? 80. നമുക്ക് വേണ്ട വാല്യൂ കിട്ടിയില്ലേ? അതാ 250. 250യുടെ 80 ലൈക്ക് 32% ആണ് എന്ന് പറയുന്നത് 80 എന്ന് പറയുന്നത്. മക്കളെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ കാണുന്ന നമ്പർ ആയിക്കോട്ടെ, നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ ആയിക്കോട്ടെ, ആ ബൈക്കിന്റെ നമ്പറോ കാറിന്റെ നമ്പറോ ആണെങ്കിലും നിങ്ങൾ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് നോക്ക്. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ആ 0 കളാ. 0 അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 ചെയ്യേ. അത് ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ 10ന്റെ 0യും മേലുള്ള 0യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞത്. ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 10% എന്ന് പറയുന്നത്. 5% എന്ന് പറഞ്ഞാൽ ആ കിട്ടിയ 10%ന്റെ പകുതി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? 5% എന്ന് പറയുന്നത്. ഇപ്പൊ വണ്ടിയുടെ നമ്പർ നിങ്ങൾ എടുത്തോ. ദാറ്റ് മീൻസ് 2572 എന്നാണ് നമ്പർ എന്നുണ്ടെങ്കിൽ ഇതിന്റെ 10% എന്ന് പറയുന്നത് എന്താ? 257.2 അല്ലേ? ആണല്ലോ. അതായത് ഇതിന്റെ 10% കാണാനായിട്ട് നമ്മൾ 2572 എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇപ്പോ 480യുടെ 10% എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് എക്സാക്ട്ലി 48. അതായത് മക്കളെ ശ്രദ്ധിക്കുക, 10% കാണാൻ സിമ്പിൾ ആണ്. 480 ഇപ്പോൾ എടുത്ത് 480യുടെ 10% എന്ന് പറഞ്ഞാൽ 48 ആണ്. അതുപോലെ തന്നെ 480യുടെ 5% എന്ന് പറഞ്ഞാൽ എന്താ? 5% എന്താ പറഞ്ഞ? 48 10% ആണ്. 5% എന്ന് പറയുന്നത് 48ന്റെ പകുതി, ദാറ്റ് ഈസ് 24. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ 15% കാണാനും 32% കാണാനൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. ക്ലിയർ അല്ലേ? സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ് വൺ. റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് രണ്ട് പേരുണ്ട് ഇവിടെ, നാനി ആൻഡ് ലീലു ആണല്ലോ. നാനിയുടെ ലീലുവിന്റെ ഹൈറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണ്. 4:3 ആണ്. ലീലുവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആണ്. ലീലു എത്രാമത്തെ ആളാ? ലീലു രണ്ടാമത്തെ ആളാ. അതായത് 3 എന്ന് പറയുന്നത് 1.2 ആണ്. അതായത് 3 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1.2 മീറ്റർ ആണ്. 3 യൂണിറ്റിന്റെ വാല്യൂ 1.2 മീറ്റർ ആണ്. അപ്പൊ ഈ 3 എന്ന് പറയുന്ന വാല്യൂ എങ്ങനെയാണോ 1.2 ആവുക? 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും. ഇവിടെ നമുക്ക് വേണ്ടത് 1.2 ആ, 12 അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3നെ നമ്മൾ 0.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴല്ലേ 1.2 കിട്ടിയത്. അപ്പൊ ഈ 0.4 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ മൾട്ടിപ്ലേറ്റിംഗ് ഫാക്ടർ കൊണ്ട് തന്നെ നമ്മൾ 4ന് മൾട്ടിപ്ലൈ ചെയ്യുക. 0.4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4 into 0.4 is that is 1.6 meter. That is the exact height of Nani. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എത്ര സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 5 seconds to 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ സോൾവ് ചെയ്ത് പറഞ്ഞില്ലേ, ചെയ്തില്ലേ? ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 to 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 10 minutes പോലും വേണ്ട. വിത്ത് 100% ആക്യുറസി പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. കാൽക്കുലേഷൻ സ്പീഡ് ആക്കിക്കൊണ്ടേയിരിക്കണം. പെർസെൻറ്റേജ് കാണാനൊക്കെ into 15 divided by 100 എന്നോ 30 divided by 100 എന്നോ 32 divided by 100 എന്നൊന്നും എഴുതി സമയം കളയരുത്. 10% എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ 0 കട്ട് ചെയ്യേ. 30% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 കട്ട് ചെയ്തിട്ട് വരുന്ന നമ്പറിനെ into 3 ചെയ്യേ, മൾട്ടിപ്ലൈ ചെയ്ത് 3 കൊണ്ട്. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സിമ്പിൾ അല്ലേ? So this is all about today's session and all the best. Thank you.